കമലാസനം പേർഷ്യന്ന് വരുന്നേ. ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്റെ കമലാസന എന്താ ഇത്? വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്ത് വെച്ച് തേച്ച് എന്നെ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ, എന്തൊരു മുഷ്കിൽ വേണം. ഓ അപ്പു മേസ്ത്രിയോ? ഇത് മേസ്ത്രിക്ക് ഇരിക്കട്ടെ. ഇതുപോലെ പളപള മിന്നുന്ന ഒരുപാട് കുപ്പായങ്ങൾ ഇനി മേസ്ത്രിക്ക് തയ്ക്കേണ്ടി വരും. കഴിക്കാൻ ചൂടായിട്ട് എന്താ ഉള്ളത്? ചൂടായിട്ട് കഴിക്കണ്ട, സമാധാനമായിട്ട് കഴിച്ചാൽ മതി. അതല്ലടോ, ചൂട് ഐറ്റംസ് എന്താ ഉള്ളത്? ചൂട് വടയുണ്ട്. അതിലും ചൂടായിട്ട്? ഇപ്പൊ ചുട്ട പുട്ടുണ്ട്. അതിലും ചൂടായിട്ട്? ദോശ ചുട്ട് വരാം. അതിലും ചൂടായിട്ട്? അടുപ്പിൽ കനലുണ്ട്. എന്നാ ഒരു പ്ലേറ്റ് കനൽ കൊണ്ടുവാ. ചേച്ചി, ചൂടെന്ന് പറഞ്ഞാണ്ടല്ല, പുറത്തിറങ്ങി ഒരുങ്ങി പോ. ദോഷം പറയരുതല്ലോ. നല്ല കാറ്റും വെളിച്ചവും. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? പരമസുഖം. പ്ലെയിനിൽ കയറിയ ഉടനെ ഈ പൈലറ്റുമാരും എയർ ഹോസ്റ്റസ്മാരും ഓടിങ് വരികയല്ലേ. കുടിക്കാൻ എന്താ വേണ്ടത്, കഴിക്കാൻ എന്താ വേണമെന്ന് ചോദിച്ചത്. ഞാൻ ഇവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ ഈ ഇന്ത്യൻ എയർലൈൻസിന്റെ ആൾക്കാരെല്ലാം കൂടെ എന്നെ വന്നങ്ങ് പറഞ്ഞു. അവർക്കും എനിക്കൊരു സ്വീകരണം തരണം. ഈ കൊല്ലം ഇന്ത്യൻ എയർലൈൻസിലെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത യാത്രക്കാരൻ ഞാനാണല്ലോ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കേന്ദ്രമന്ത്രി. എന്താ അയാളുടെ പേര്? അങ്ങനെ മരിച്ചുപോയില്ലേ? മരിച്ച അയാൾക്ക് പേരുണ്ടാവില്ലേ? മേനോനെ. മരിക്കുന്നവരെ എന്നും ഡൽഹിന്ന് വിളിക്കും. ഞാൻ ഫോൺ എടുക്കുകയില്ല. വലിയ ശല്യ. ഡൽഹി പോവാൻ നമുക്ക് എവിടെ സമയം? മരിച്ചിട്ടും പോയില്ല. മരിച്ചിട്ട് പോവാത്തത് അന്ന് മാപ്രാണം കരയോഗത്തിന്റെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. കുട്ടികളെ നോക്കാൻ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. സായിപ്പിന്റെ കുട്ടി തൊട്ട് കൾച്ചറില്ലാത്ത മലയാളീസിന്റെ കുട്ടികളെ വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ബാർഗെയിൻ വേണ്ട. പിന്നെ എഴുതാൻ വിട്ടുപോയി 2 ബോട്ടിൽ ആൽക്കഹോൾ. മണം അതെ, മദ്യത്തിന്റെ മണം തന്നെ. എന്റെ ഈശ്വര, ഈ തറവാട്ടിൽ കുടിക്കേ എന്ന് ഞാൻ ശരിയാക്കി തരാൻ. ഇത് ഇവിടെ ഇരുന്നോട്ടേട്ടോ. വേസ്റ്റ് ഗ്ലാസ്സാ. വേസ്റ്റ് വരുന്ന കുടിച്ചത് കൂടിയാവോ? മര്യാദക്ക് ഇറങ്ങി വരാനാ പറഞ്ഞത്. നിനക്ക് മടിയുണ്ടെങ്കിൽ നിന്റെ കൂടെ ഒരുത്തനില്ലേ, മുരുകന് കിരികന്, അവനിങ്ങനെ ഇറക്കി വിടറി. നിന്നോടാ പറഞ്ഞേ, ആഴ്ചയിലൊരിക്കൽ മുണ്ടെടുക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയണേ. മുണ്ടുടിപ്പിക്കുക MLA-മാരെ പറഞ്ഞയക്കോ? അല്ല, ഞാനിപ്പോ എന്തിനാ ഇവിടെ വന്നത്? ഇറങ്ങി വാടാ ഇവിടെ, ഇറങ്ങി വാടാ ഇവിടെ. പട്ടേ, ടെലിഫോൺ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ച് എന്നെ പറ്റിച്ചല്ലടാ. ഈ നാരായണനാണെന്ന് അറിയാമോ നിനക്ക്? നീ നോക്കിക്കോ. നിന്നെ ഞാനിന്ന് കൊല്ലോ, കുരുത്തം കെട്ടവന്. നിന്നെ ജീവനോ അതേടാ, ഞാൻ നിനക്കൊരു ശല്യാണെന്ന് എനിക്കറിയാടാ. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം. അയ്യോ, ഞാൻ നിന്റെ കാര്യം മറന്നുപോയി. നീ വലുത് കഴിച്ചായിരുന്നോ? ഇല്ലില്ല, കഴിച്ചില്ല. ഓ, ആമ്പിള്ളേർ ഈ പ്രായത്തിൽ വിശന്നിരിക്കാൻ പാടില്ല. ആണല്ലേ? എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കരയും മോനെ. അനുഭവം കൊണ്ട് പറയുന്നതാണ്. പഠകമോടെ ജനമിടി തുടങ്ങി മകനീ, കടുകഘോര ശകടമാണു ശനി ശരണമാരു ശിവനീ. ഗതികെട്ടൊരു വട്ടന് വീറപ്പൊട്ടന് ഇട്ടം വന്നതുപോലെ ഈ നസുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമാ. പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക. മടികടാരവിടി പടകമോടെ ജനമിടി തുടങ്ങി മകനീ, കടുകഘോര ശകടമാണു ശനി ശരണമാരു ശിവനീ.
എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുനയനുമാണ്. ഈ ഗ്രാമത്തിന്റെ മുഴുവൻ ഭാരവും ഇദ്ദേഹത്തിന്റെ ഈ ചുമലിലാണ്. കുട്ടിക്കറിയോ, ഇദ്ദേഹം ഇന്നേ വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. കണ്ണില്ലാത്ത കൊണ്ടല്ല, നോക്കിയിട്ട് യാതൊരു കാര്യമില്ലെന്ന് ഇദ്ദേഹത്തിന് അറിയാം. ക്രെഡിറ്റ് കാർഡ് എടുക്കുമോ? ഇല്ല ചെക്ക്, ഇല്ല. മാല. അത് ശരി, അപ്പൊ കാശ് മാത്രം കയ്യിലില്ലല്ലേ? കാശായിട്ട് തന്നെ വേണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. തലയ്ക്കകത്തൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പുറത്തെങ്കിലും എന്തെങ്കിലും ഉള്ളത് നല്ലതാ. അതെ അതെ, തലയ്ക്കകത്തും പുറത്തും ഒന്നും ഇല്ലാതെ ഇരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം ഇതാ. സോറി, ഞാൻ മറന്നുപോയി. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ 2.5 ലക്ഷം രൂപയുടെ ഫ്രിഡ്ജിലിരിക്കുന്ന കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാമല്ലേ? 2.5 ലക്ഷം രൂപയുടെ ഫ്രിഡ്ജോ? നിങ്ങൾ എന്തിങ്ങനെ കുറഞ്ഞ ഫ്രിഡ്ജൊക്കെ മേടിക്കണേ? എന്റെ വീട്ടിലാണെങ്കിൽ 6 ലക്ഷം രൂപയുടെ ഫ്രിഡ്ജായിരിക്കും. ഒരു ചീരത്തായി മര്യാദയ്ക്ക് നടാൻ അറിയാമല്ല, വലിയ യൂട്യൂബ് ചാനലാ. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അയ്യോ, ഞങ്ങളും കണ്ടിട്ടില്ല. റവന്യൂ ഒക്കെ കിട്ടി തുടങ്ങിയോ? പിന്നെ ഒരുപാട് ലക്ഷങ്ങൾ വന്ന് കുമിഞ്ഞു കൂടിയിട്ടേ ഇപ്പൊ അക്കൗണ്ടിൽ വെക്കാൻ സ്ഥലമില്ല. എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. എവിടെയാണെന്ന് വല്ല ഓർമ്മയുണ്ടോ? അത് ഓർമ്മയില്ല. അത് തന്നെയാണല്ലോ അതിന്റെ പ്രശ്നം. എന്റെ പേര് ദേവാരുണ്യൻ നമ്പൂരിപ്പാട് തന്നെ എല്ലാവരും വിളിക്കാറ്. അല്ല, ഇയാള് കല്യാണം കൂടാൻ വന്നതോ അതോ കള്ളനെ പിടിക്കാൻ വന്നതോ? പ്രായത്തിനിണങ്ങാത്ത കുറെ പീക്കിരി പിള്ളേരുമായിട്ട് കൂട്ടുകൂടി നടക്കാനല്ലാതെ നിന്നെ പിന്നെ എന്തിനു കൊള്ളാം? അവന്മാരാ നിന്നെ ചീത്തയാക്കണേ. അവനും അവന്റെ ഒടുക്കലത്തെ തല്ലിപ്പൊളി കൂട്ടുകാരും. ഇനിയിപ്പോ എന്താ എന്റെ അടുത്ത പരിപാടി? എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. പിന്നെ നീ എന്ത് ചെയ്യാൻ പോണു? അതിപ്പോ ഇവനെ കൂലിപ്പണിക്ക് വിട്ടിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയാലും ജീവിക്കും. ഞാൻ നാളെ മോർണിംഗ് പ്ലെയിന് ദുബായിക്ക് പോകും. അപ്പൊ തിരിച്ചിങ്ങോട്ടേക്ക് ഇല്ല. 3 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അപ്പോ മുതലും പൈസയും ചേർത്ത് ഇരട്ടിയാവും. ഇനി ഞാൻ സൂത്രം കാണിച്ചു കേട്ടാ. അതിനെന്തിനൊപ്പിട? ഞാൻ നിങ്ങൾക്ക് കാശ് തന്നു എനിക്കൊരു ഉറപ്പുണ്ടേ. ഞാൻ ആരാ? മുതല്. ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. എനിക്ക് ദുബായിൽ കറവ് പണിയായിരുന്നു. കറവ് പണി. പശുവിനെയല്ല, ഒട്ടകത്തിനെ. ഇനി എന്നെ എവിടെയും പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ ആരും എന്നെ അന്വേഷിക്കുകയും വേണ്ട. നീ എന്താണ് ഈ പറയുന്നത്? പറയുന്നത് സത്യം. ഇതുവരെ ജീവിച്ചതൊന്നും ജീവിതമായിരുന്നില്ല. യഥാർത്ഥത്തിലുള്ള സുഖവും സന്തോഷവും ആധ്യാത്മിക ജീവിതത്തിലേ ഉള്ളൂ. പഴയ സുഹൃത്തുക്കൾ എന്ന നിലയിൽ നിങ്ങളെ ഞാൻ ഉപദേശിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിതം മതിയാക്കൂ. ദൈവത്തിന്റെയും നന്മയുടെയും പാതയിലേക്ക് വരൂ. അപ്പോ മാത്രമേ നമ്മൾ തമ്മിൽ ബന്ധമുണ്ടാവൂ. ബെസ്റ്റ് ഓഫ് ലക്ക് സുഹൃത്തുക്കളെ. ബെസ്റ്റ് ഓഫ്. ചേച്ചി ബൈ ബൈ, പോയിട്ട് വരും.